മലങ്കര കാത്തലിക് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 64-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മലങ്കര സുറിയാനി ആരാധനാക്രമത്തിലെ യൽദാ ദനഹ കാലഘട്ടത്തിൽ ദനഹായ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ചയാണ് നാം ഇന്ന് ആചരിക്കുക. കർത്താവായ യേശുവിൻ്റെ സ്നാനത്തെയും പ്രത്യക്ഷീകരണത്തെയും സൂചിപ്പിക്കുന്ന ദനഹ സാഘോഷം നാം കൊണ്ടാടി സ്നാപയോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച യേശു തൻ്റെ പരസ്യ ജീവിതത്തിനായി, തൻ്റെ ദൗത്യ നിർവഹണത്തിനായി അണയുന്ന ഭാഗമാണ് ഇന്ന് സഭ പ്രത്യേകമായി ചിന്തിക്കുന്നത്. നമുക്ക് ആ വചനഭാഗം ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വചനഭാഗം. യോഹന്നാൻ ബദ്ധസ്തനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ട നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലിയ കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ മാമോദീസായെ തുടർന്ന് അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിൽ നിന്നും തൻ്റെ മാതാപിതാക്കളോടൊപ്പം നസ്രത്തിലേക്ക് തിരിച്ചുപോയ യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി വിധേയരായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാനും വർഷത്തെ ഇപ്രകാരമുള്ള നസ്രത്തിലെ തൻ്റെ ജീവിതത്തിന് ശേഷം പരസ്യ ജീവിതത്തിനായിട്ട്, ദൗത്യ നിർവഹണത്തിനായിട്ട് യേശു കടന്നു വരുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഇന്ന് തന്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ മാമോദീസായ്ക്ക് ശേഷം യേശു തമ്പുരാൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവം അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മാമോദീസായിൽ പിതാവ് സാക്ഷ്യപ്പെടുത്തുകയും അരൂപിയാൽ നിറയപ്പെടുകയും ചെയ്യുന്ന യേശു പരിശുദ്ധാത്മപൂരിതനായി തന്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് കടന്നു വരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. പ്രാരംഭമായി ഈ ഭാഗത്ത് മത്തായി ശ്ലീഹ യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ സ്ഥലകാല പരിമിതികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് സ്നാപക യോഹന്നാന്റെ ദൗത്യ നിർവഹണത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് യേശുവിന്റെ ദൗത്യ നിർവഹണം
അവതരിപ്പിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ 12-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഗലീലി എന്ന സ്ഥലം, എന്ന പ്രദേശം, അധികാര സീമ, പ്രദേശം എന്നീ അർത്ഥം നൽകുന്ന ഗലീലി വിജാതീയരുടെ വാസസ്ഥലമായിരുന്നു. വിജാതീയരുടെ ഗലീലി എന്ന് ആ പ്രദേശം വിശേഷിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിൽ തടയപ്പെട്ടവരുടെയും അപമാനിതരുടെയും സ്ഥലമായ ഗലീലിയിൽ തന്റെ ദൗത്യം ആരംഭിക്കുവാൻ യേശു ആഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് യഹൂദരെ കൂടുതൽ തിങ്ങിപ്പാർത്തിരുന്ന യൂദയായില് തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കാതെ നസ്രത്തിൽ നിന്നും വിട്ട് ഗലീലയിലേക്ക് കടന്നു വരിക? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ: ദൈവത്തിന്റെ അരൂപി എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ സംവത്സരവും പ്രസംഗിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഈ ഭാഗത്ത് കർത്താവായ യേശു തന്റെ ദൗത്യം ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള വലിയ അചിന്തയുമായി വരുന്ന യേശുവിനെയാണ് അവതരിപ്പിക്കുക. അതേ മാനം തന്നെ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തില് സ്വീകരിക്കുകയാണ്. യേശു തന്റെ ദൗത്യം ഗലീലയിൽ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഗലീലയെ കുറിച്ച് പറയുന്നിടത്ത് അവിടുന്ന് നസ്രത്ത് വിട്ട് സെബലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ യേശു ചെന്ന് പാർത്തു എന്ന് സുവിശേഷൻ പറയുന്നു. സമുദ്രം എന്നുള്ള യേശയ്യാ പ്രവചനത്തിലെ 9-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങളിലെ ഗലീലിയെ കുറിച്ചുള്ള പരാമർശത്തിൽ സമുദ്രതീരത്തുള്ള ഗലീലി എന്നുള്ള പരാമർശം കാണാം. അതാണ് ഗനേസറത്ത് തടാകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗലീലിയുടെ പശ്ചാത്തലത്തിൽ മത്തായി അവതരിപ്പിക്കുന്ന ഈ ഗലീലിയുടെ സമുദ്രതീരത്തുള്ള പട്ടണമായ കഫർനാം. യേശയ്യാ പ്രവചനത്തില് ഗലീലിയെ കുറിച്ച് പറയുന്നത് വളരെ അനുകൂലമായ ഒരു രീതിയിലല്ല ഗലീലി പട്ടണത്തെ അവതരിപ്പിക്കുന്നതെങ്കിലും അവസാന നാളുകളിൽ മഹത്വപൂർണമാകുന്ന ഗലീലി എന്നുള്ള പരാമർശമുണ്ട്. യേശുവിന്റെ സാന്നിധ്യം കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും മഹത്വപൂർണമായി മാറുന്ന ഗലീലിയെ കുറിച്ചുള്ള പരാമർശം. സ്വന്തം നാട് വിട്ട് വചനത്തോട് തുറവിയുള്ള സാധാരണക്കാരുടെ സ്ഥലമായ ഗലീലിയിൽ തന്റെ ദൗത്യം യേശു ആരംഭിക്കുന്നു. ഗലീലിയക്കാരെ കുറിച്ച് യഹൂദ ചരിത്രകാരനായ ജോസഫൂസ് പറയുന്നു: അവർ എക്കാലവും പുതുമയ്ക്ക് വേണ്ടി ദാഹിച്ചിരുന്നു, മാറ്റങ്ങൾക്ക് അവർ സ്വഭാവത്താലെ ആഗ്രഹിച്ചിരുന്നു എന്ന്. ദൈവത്തിന്റെ വചനത്തിന് കാതോർക്കുവാനായിട്ട് അതിന് വളക്കൂറുള്ള ഒരു മണ്ണായി ഗലീലിയെ കണ്ടുകൊണ്ടാണ് യേശു അവിടേക്ക് തന്റെ സുവിശേഷ പ്രഘോഷണവുമായി കടന്നു ചെല്ലുക. അവന്റെ സ്വന്തം പട്ടണം എന്ന് ഉള്ള മത്തായി സുവിശേഷത്തില് 9:1 പറയുന്ന കഫർനാമിനെ കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ്. അവിടെയാണ് കഫർനാമ യേശുവിന്റെ സ്വന്തം പട്ടണം എന്ന പേരിലാണ് മത്തായി അവതരിപ്പിക്കുക. 9:1 അവിടെയാണ് തളർവാദ രോഗിക്ക് യേശു സൗഖ്യം നൽകുന്നത്. അവിടുത്തെ സിനഗോഗിലാണ് യേശു പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്നുമാണ് യേശു ലേവിയായിരുന്ന മത്തായിയെ യേശു വിളിച്ച് തന്റെ സുവിശേഷ ഘോഷണത്തിനായിട്ട് നിയമിക്കുന്നത്. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കഫർനാമിൽ നടന്നിട്ടുണ്ട്. ആ കഫർനാമാകട്ടെ ഖുറാസിൻ ബെത്സയിദയ്ക്കൊപ്പം ശാസിക്കപ്പെട്ട പട്ടണമായി മാറുന്നുണ്ട്. നിന്ദിക്കപ്പെട്ട ഈ പ്രദേശങ്ങൾ വിമോചനവും രക്ഷയും ആസ്വദിക്കുമെന്ന് യെശയ്യാ പ്രവചിക്കുന്നു തന്റെ 9-ാം അധ്യായം 1-2 തിരുവചനത്തിൽ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു എന്നുള്ള യെശയ്യയുടെ പ്രവചനം
ഇവിടെ മത്തായി വീണ്ടും ആവർത്തിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം ഒരു പ്രകാശമായിട്ട് അന്ധകാരമയമായ ആ സമൂഹത്തിൽ അവിടെ പ്രകാശിക്കുന്നു. അന്ധകാരത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു ജനിക്കുന്നത് പാപമന്ധകാരത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ യേശു ദൈവപുത്രനായ യേശുവിന്റെ ജനനം ഒരു പ്രകാശമായി സുവിശേഷകന്മാർ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 തിരുവചനത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു എന്നാണ് പറയുക. 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ യോഹന്നാൻ വീണ്ടും പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യേശുവിന്റെ തിരുവചനം പ്രകാശമാണ്, യേശു പ്രകാശമാണ്, അവിടുന്ന് ഒരു ദീപ്തിയായി ഉദയം ചെയ്തു എന്ന്. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുക, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഗലീലിയക്കാരായ ജനങ്ങൾ യേശുവിന്റെ സാന്നിധ്യം വഴിയായിട്ട്, അവിടുത്തെ സുവിശേഷ വേല വഴിയായിട്ട് പ്രകാശം കണ്ടു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. തുടരുകയാണ്, മരണത്തിന്റെയും മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. വീണ്ടും പ്രകാശത്തെക്കുറിച്ച് തന്നെ പരാമർശിക്കുന്നു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങുകയാണ്. എന്താണ് അവിടുത്തെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിന്റെ അന്തസത്ത ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ സാമീപ്യം. 2, അതിനുവേണ്ടി മനുഷ്യരെടുക്കേണ്ട ചെല്ലേണ്ട വഴി, മാനസാന്തരത്തിന്റെ വഴി. മെത്തനോയിയ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ മാനസാന്തരം എന്ന വാക്കിന് ഉപയോഗിക്കുക. മെത്തനോയിയ, മനസ്സിന്റെ അന്തരം, മനസ്സിന്റെ മാറ്റം. പഴയ ഉടമ്പടി ചിന്തയനുസരിച്ച് ഇത് പശ്ചാത്താപം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്ത, പശ്ചാത്താപം, അതിന് കൊടുക്കുന്ന പ്രായശ്ചിത്തം അല്ലെങ്കിൽ പരിഹാരം, പാപം ചെയ്യുകയില്ല, നല്ല വഴിയിലൂടെ നീങ്ങുമെന്നുള്ള പ്രതിജ്ഞ, ഇതൊക്കെ മാനസാന്തരത്തിന്റെ അർത്ഥങ്ങളാണ്, മാനങ്ങളാണ്. ഒന്ന് വിട്ട് മറ്റൊന്ന് പുൽകണം. ഒന്ന് പാപത്തിന്റെ വഴി വിട്ട് ദൈവത്തിന്റെ വഴി പിൻചൊല്ലണം. അതാണ് മാനസാന്തരം. യേശു തന്റെ ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്, ഗലീലയിലെ ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ ഇന്നുവരെ നടന്നിട്ടുള്ള വഴികൾ മാറി നടക്കുക, കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എന്നാണ് ഇവിടെ മത്തായി ശ്ലീഹ ഉപയോഗിക്കുക. സമാന്തര സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നുള്ള പരാമർശമാണ് കാണുക. യഹൂദനായിരുന്ന മത്തായിക്ക് ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്നുള്ള ചിന്തയോടുകൂടി അതിന് പകരം ഉപയോഗിക്കുകയാണ് സ്വർഗരാജ്യം എന്ന്. ഇത് രണ്ടും ഒന്ന് തന്നെ. സ്വർഗരാജ്യം ദൈവരാജ്യത്തിന്റെ പര്യായമാണ്. സമാന്തര സുവിശേഷങ്ങളിൽ 90 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നതിന് പകരമായിട്ട് നിത്യജീവൻ എന്നുള്ള വാക്കാണ് ആവർത്തിച്ച് ഉപയോഗിക്കുക. നിത്യജീവൻ യോഹന്നാന്റെ പദമാണത്. യേശുവിന്റെ ദൈവിക അനുഭവവും ദൗത്യബോധവുമാണ് ദൈവരാജ്യം വ്യക്തമാക്കുക. ഇനിയും നമ്മൾ കാണുന്ന ഈ വേദഭാഗത്ത് ദൈവരാജ്യം ഒരു സ്ഥലം എന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് ഒരു ഭരണം എന്നുള്ള രീതിയിലാണ് അർത്ഥമാക്കുക. രാജ്യം, ആ രാജ്യത്തിന്റെ അധിപൻ ഇതാണ്, യേശു രാജാവാണ്, ദൈവമാണ് ആ രാജ്യത്തിന്റെ രാജാവ്. അവിടുന്ന് ഭരിക്കുന്നു, ദൈവം ഭരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യത്തിലേക്ക് കടന്നു വരിക, അത് സമീപിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ഭരണം കടന്നു വരുന്നു എന്നാണ് യേശു അവരെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ രാജ്യത്വം അർത്ഥമാകുന്ന കാര്യങ്ങൾ 2ആണ്. ഒന്നാമത്തെ ചിന്ത ദൈവം വിമോചകനാണ് എന്നുള്ള ചിന്ത. രണ്ടാമത്തേത് ദൈവം ഉടമ്പടിയോട് വിശ്വസ്തതയുള്ളവനാണ് എന്നുള്ള ചിന്ത. ദൈവം വിമോചകനാണ് എന്ന് പഴയ ഉടമ്പടി സാക്ഷ്യപ്പെടുത്തുന്നു. അവരെ, തന്റെ പ്രജകളെ അവിടുന്ന് മോചിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ് രാജാവ്. അവരെ രക്ഷിക്കും, അതുപോലെ തന്നെ അവരെ വിമോചിപ്പിക്കും. പഴയ ഉടമ്പടിയിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചവൻ യഹോവയാണ്. മരുഭൂമിയിലെ കഷ്ടതകളിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്നത്, അവരെ രക്ഷിച്ചത് യഹോവയാണ്.
ബാബിലോണിലെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ കടത്തിക്കൊണ്ടുവന്നു. ഇപ്രകാരം വിമോചകനായ, ലിബറേറ്ററായ ഒരു ദൈവം അവനാണ്. അവന്റെ രാജ്യത്വമാണ് ദൈവരാജ്യത്വം. രണ്ടാമത്, ആ രാജാവ് ഉടമ്പടിയോട് വിശ്വസ്തനാണ്. ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഗോഡ് ഓഫ് കവനന്റ്. വാക്കുകളിൽ വിശ്വസ്തനാണ്. പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വചനഭാഗത്തിൽ ദൈവം വാക്കുകളിൽ വിശ്വസ്തനാണ് എന്ന് പ്രത്യേകമായിട്ടും നാം വായിക്കുന്നു. ഇസ്രായേലിന്റെ ഈ ദൈവികമായ ചിന്ത മിശിഹായെക്കുറിച്ചുള്ള ചിന്തയുമായിട്ട് ചേർന്നു പോകേണ്ടിയിരുന്നു. അതൊരു സ്വപ്നമായി നിലനിൽക്കണം. പക്ഷേ മിശിഹായെ സ്വപ്നം കണ്ടിരുന്നവര് യേശുവിന് അത് അനർത്ഥമാകുമെന്ന് വിശ്വസിക്കാതെ ഇരുന്നുകൊണ്ടാണ് യേശുവിനെ അവരെ ക്രൂശിക്കുവാൻ തീരുമാനിച്ചത്, യേശുവിനെ അംഗീകരിക്കാതെ ഇരിക്കുന്നത്. ദാവീദിന്റെ പുത്രനായ മിശിഹായിലുള്ള പ്രതീക്ഷ, അതുപോലെ യുഗാന്തോന്മുഖമായ പ്രതീക്ഷ, ഇതാണ് ഈ ദൈവം ഉടമ്പടിയുടെ വിശ്വസൻ എന്ന ആ ചിന്തയിലുള്ള 2 പ്രതീക്ഷകള്. പുതിയ ആകാശം, പുതിയ ഭൂമി, അതാണ് യുഗാന്ത്യോന്മുഖമായ ചിന്ത. ഇത് മിശിഹായുടെ വരവോടുകൂടി സാധിക്കും എന്നുള്ള ചിന്ത അവരെ നയിച്ചിരുന്നു. ദൈവ സ്നേഹരാജ്യത്തിന്റെ വെളിപാടിനുള്ള മനുഷ്യന്റെ ഉത്തരമാണ് മാനസാന്തരം. ഇപ്രകാരം ദൈവരാജ്യം സ്വീകരിക്കണമെങ്കിൽ, അതിലേക്ക് അവകാശികളായി കയറണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. ആ രാജ്യത്തിന് അവകാശികളാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് വരണം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപാടാണ്, മനുഷ്യരിലേക്ക് ദൈവം തിരിയുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഈ ഇറങ്ങി വരവും മനുഷ്യന്റെ ഉയർച്ചയും ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളാകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിശകലനം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 2-ാം ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ അവിടെ യേശു തന്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഗലീലയിലെ ജനങ്ങളോട് യേശു മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്തിട്ട് ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സാമീപ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ഗലീലി തടാകത്തിന്റെ തീരത്തുകൂടി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. അതിൽ ഒന്ന് പത്രോസ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ശിമയോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്. അവർ 2 പേരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ മീൻപിടുത്തക്കാരായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അവരുടെ തൊഴിൽ അതാണ്. ആ പ്രദേശവാസികൾ എന്ന നിലയിൽ അവർ ഗലീലി തടാകത്തിന്റെ സമീപത്ത് താമസിച്ചിരുന്നവരെന്ന നിലയിൽ അവര് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. ഫലസ്തീനായിലെ പല യഹൂദരും ഗ്രീക്ക് നാമധാരികളായിരുന്നു. അതാണ് പത്രോസ്, അതുപോലെ തന്നെ അന്ത്രയോസ് എന്ന് തുടങ്ങിയ ഗ്രീക്ക് നാമങ്ങൾ യഹൂദരായിരുന്ന മനുഷ്യരെ സ്വീകരിച്ചിരുന്നത്. അവർ വല വീശുകയായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു, ഒരു കുലത്തൊഴിലായിരുന്നു അതെന്ന് നാം പറയുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഫോളോ മീ, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മത്സ്യം പിടിച്ചുകൊണ്ടിരുന്നവരോട് യേശു പറയുന്നു, മനുഷ്യരെ പിടിക്കുന്നവരാക്കി നിങ്ങളെ ഞാൻ മാറ്റാം, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈ അനുഗമിക്കുവാനുള്ള യേശുവിന്റെ വിളി അത് ശിഷ്യത്വത്തിലേക്കുള്ളൊരു വിളിയാണ്, അനുഭവത്തിലേക്കുള്ളൊരു വിളിയാണ്. അക്കോലുഥേൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. അക്കോലുഥേൻ എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥവ്യാപ്തിയുണ്ട്. അത് കേവലം ഒരു കുഞ്ഞ് അമ്മയുടെ പിൻപിൽ കൂടി നടക്കുന്നത് പോലെയല്ല. അത് ഒരു ജീവിതത്തിലേക്കുള്ള കടന്നുവരവാണ്. അത് യേശുവിന്റെ വ്യക്തിത്വത്തിലേക്കുള്ള കടന്നു ചെല്ലലാണ്, അനുഭവത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. യേശുവിനോടൊപ്പം ആയിരിക്കുവാനുള്ള വിളിയാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തന്നോടൊപ്പം ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കപ്പെടുവാനും രോഗികൾക്ക് സൗഖ്യം നൽകുവാനും പിശാചുബാധിതരെ മോചിപ്പിക്കുവാനും വേണ്ടി അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു തിരഞ്ഞെടുത്തു എന്ന്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുക, ഗുരുവിനോട് ചേർന്നിരിക്കുക, അതാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പ്രത്യേകത. അതിലേക്കുള്ള ക്ഷണമായിരുന്നു യേശു എന്നെ അനുഗമിക്കുക എന്ന് ആ ശിഷ്യരോട് പറയുമ്പോൾ അർത്ഥമാക്കുക. കം ആൻഡ് സീ എന്ന് ആദ്യത്തെ ശിഷ്യരോട്
യേശു പറയുന്നതായിട്ട് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു, ഇത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തന്റെ 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ ചെന്നപ്പോൾ നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു ചോദിക്കുന്നു. ഗുരു, നീ എവിടെ വസിക്കുന്നു എന്നവർ ചോദിക്കുമ്പോൾ വന്നു കാണുക, കം ആൻഡ് സീ എന്ന് പറയുന്നു. അവർ അവനോടുകൂടെ പോയി അവനോടൊപ്പം വസിച്ചു. പിറ്റേന്ന് വന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ 10-ാം മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഈ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ അനുഭവത്തിന്റെ ക്ഷണമാണ് അർത്ഥമാക്കുക. ഇവിടെ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് യേശു പറയുന്നു. മനുഷ്യരെ ക്രിസ്തുവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും വലിയ കടമ. ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവികമായ അനുഭവത്തിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക് തന്നെ ജനങ്ങളെ ആകർഷിക്കുക, അത് സാധിക്കണം ഒരു ശിഷ്യന്. അതുകൊണ്ട് അവരെ സ്വന്തമാക്കുന്നതിന്, അവരെ ആകർഷിക്കുന്നതിന് ഉള്ള ഒരു വഴി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് യേശുവരോട് പറയുകയാണ്. നിങ്ങൾ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്നു, അത് നിങ്ങൾ സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിച്ച് സ്വന്തമാക്കി ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവുമെന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് മറുപടിയായി തൽക്ഷണം സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു, തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ വീശിക്കൊണ്ടിരുന്ന വല, അതാണ് അവരുടെ സ്വത്ത്. അത് ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പിൻചെല്ലുന്നു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുക. ദൈവരാജ്യത്തിന്റെ അടിയന്തരമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുക. പെട്ടെന്ന്, തൽക്ഷണം എന്നുള്ള വാക്ക് സുവിശേഷങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രത്യുത്തരത്തിന് സമയം കാത്തു നിൽക്കേണ്ട കാര്യമില്ല, സമയം നോക്കി നിൽക്കരുത്. അത് വേഗം കൊടുക്കേണ്ട ഒരു പ്രത്യുത്തരമാണ്, അത് പൂർണ്ണമായി കൊടുക്കേണ്ട ഒരു പ്രത്യുത്തരമാണ്. സമഗ്രമായ ഒരു ഉപേക്ഷ. അവർക്കുണ്ടായിരുന്ന വലയെ അവർ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. ഉപേക്ഷിക്കാതെ അനുഗമിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇതാണ് ആദ്യത്തെ 2 ശിഷ്യന്മാരുടെ പ്രത്യുത്തരം. അവർ അവനെ അനുഗമിച്ചു. അവർ 3 പേരും കൂടി നടക്കുമ്പോൾ വീണ്ടും അവൻ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരരെ കണ്ടു. അവരുടെ സെബദി പുത്രന്മാരായിരുന്നു. പിതാവായ സെബദിയോടൊപ്പം വഞ്ചിയിലിരുന്നു കൊണ്ട് യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും വല നന്നാക്കുകയായിരുന്നു. അവർ പിതാവും ഒത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും യേശു വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവിടെയും തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ചു, പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവർ വെറും അവർക്കുണ്ടായിരുന്ന വസ്തുവകകൾ മാത്രമല്ല, രക്തബന്ധം വരെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ തയ്യാറാകുന്നു. അതാണ് നമ്മൾ അവിടെ കാണുക. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവിടെ നിന്ന് വിളിച്ചു എന്ന്. യേശുവിന് ഇഷ്ടപ്പെടുന്നവരെയാണ് ശിഷ്യത്വത്തിലേക്ക് വിളിക്കുക. ഇവിടെ വഞ്ചിയിലിരുന്നുകൊണ്ട് വല നന്നാക്കുന്നവരെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും യേശു വിളിച്ചുവെങ്കിൽ അത് വിളിച്ചവൻ ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ വിളി. അവർ കൊടുക്കേണ്ട പ്രത്യുത്തരത്തിന് ചടുലതയുണ്ട്, അതിന് സമയബന്ധിതമാണത്. ശിഷ്യൻ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് തൽമൂദ് രീതി എന്ന് പറയുന്നത്. യഹൂദര് അവരുടെ ഗുരുവിനെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് പുതിയ ഉടമ്പടിയിലെ ശിഷ്യത്വം. അല്ലാതെ തൽമൂദ് രീതിയിലുള്ള ശിഷ്യന്മാരെ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയല്ല. ഇവിടെ ദൈവമാണ് വിളിക്കുന്നവൻ, പ്രത്യുത്തരം നൽകുന്നവനാണ് ശിഷ്യൻ. സകലതും ഉപേക്ഷിക്കേണ്ടി വന്നു. അവർക്ക് മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നു, വല വഞ്ചി എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അവിടെ നമ്മുടെ ത്യാഗസന്നദ്ധതയും പൂർണ്ണമായ ഒരു റിനൗൺസിയേഷൻ, ഒരു ത്യജിക്കലും ശിഷ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗത്തുകൂടി നാം കടന്നു പോകുമ്പോൾ പ്രായോഗികമായി നമ്മുടെ ജീവിതവുമായിട്ട് നാം ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. ഒന്ന്, ഇതിന്റെ ആദ്യ ഭാഗത്തുകൂടി യേശു പറയുന്നു, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുകയാണ് അനുദിനം മാനസാന്തരത്തിന്റെ വഴിയിലൂടെ കടന്നു ചെല്ലുവാൻ. നമ്മുടെ മനസ്സിന് അന്തരം ഉണ്ടാകണം. നാം നടന്ന വഴികൾ നാം മാറിച്ചവിട്ടുവാൻ തയ്യാറാകണം. അങ്ങനെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട്, തിരുത്തേണ്ടവയെ തിരുത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനായിട്ടുള്ള ദൈവത്തിന്റെ ആ വലിയ വിളിയിലേക്ക് നാം കടന്നു വരണം.
കത്തോലിക്ക സഭയുടെ മതബോധനം എന്നുള്ള ഗ്രന്ഥത്തിൽ നീ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ദൈവം നിന്നെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുവാനും അതുവഴി സ്വർഗരാജ്യം അവകാശപ്പെടുവാനും. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്നതാണ് മാനസാന്തരത്തിന്റെ വഴി. അതുവഴി ലഭ്യമാകുന്നതാകട്ടെ സ്വർഗരാജ്യം. ഇതായിരുന്നല്ലോ ആദ്യത്തെ ഈ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ഗലീലക്കാരോട് യേശു പ്രസംഗിച്ചത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രായോഗികമായ ചിന്ത, നാം ഓരോരുത്തരും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ക്രിസ്തു ശിഷ്യരാണ്. ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ നമുക്ക് സ്വന്തമാണെന്ന് നാം കരുതുന്നതിനെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികളെ പിൻചെല്ലുവാൻ, അവിടത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ അനുധാവനം ചെയ്യുവാൻ തയ്യാറാകണം. അനുദിനം അനുധാവനത്തിന്റെ ഒരു വഴിയാണ് ക്രിസ്തീയ വഴി. നമുക്ക് ദൈവത്തിന്റെ വഴികളെ തേടാം, അവിടുത്തെ വിളിക്ക് പ്രത്യുത്തരം നൽകാം, അവിടുത്തെ മക്കളായി ജീവിക്കാം, ശിഷ്യരായി ജീവിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിന് അവകാശികളായി തീരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ കൊടുക്കുന്ന ഈ സന്ദേശം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നല്ല ക്രൈസ്തവരായി മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.